ഒരു പന എത്ര നേരം കയറി ഇറങ്ങണം? 2 നേരം. രണ്ട് നേരം. രാവിലെ വൈകുന്നേരം 2 നേരം പന കയറി ഇറങ്ങണം. 2 നേരം പന കയറി ഇറങ്ങുന്നതിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പനയിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. വൈകുന്നേരം അക്കാനി എടുക്കാൻ പറ്റും. അതിന് മാല അക്കാനി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്. എടുക്കുന്നത് വൈകുന്നേരം നമുക്ക് ലൈറ്റ് ചുണ്ണാമ്പ് അടിച്ചേക്കണം. രാവിലെ ചുണ്ണാമ്പ് കൂട്ടിയടിക്കണം. ഈ ചുണ്ണാമ്പ് അടിക്കുന്നത് എന്തിനാണ്? കാൽസ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അക്കാനിയിൽ വേറെ ചുണ്ണാമ്പ് നമുക്ക് തനിയെ തിന്നാൻ പറ്റില്ല, കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? അക്കാനി ഇട്ടാലേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ. എല്ലിന് ആരോഗ്യം കിട്ടുന്ന ആരോഗ്യം ബെസ്റ്റ് സാധനം അക്കാനി. നമ്മുടെ എല്ലുകൾക്ക് മുട്ട് തേയ്മാനം, എല്ല് തേയ്മാനം ഒക്കെ വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പൂർ അക്കാനി. മായം ചേർന്ന അക്കാനി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. മായം ചേർന്ന അക്കാനിയല്ല, പൂറായിട്ട് തണ്ട. ഇതിപ്പോൾ നമ്മൾ കയറി പനയുടെ മൂട്ടിൽ നിന്ന് എടുക്കുന്ന അക്കാനിയാണ്. അപ്പോൾ ഈ അക്കാനി നിങ്ങൾ കുടിച്ച ഈ പറയുന്ന അസുഖങ്ങളൊക്കെ പൂർണ്ണമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പന കയറാൻ ഉപയോഗിക്കുന്ന ത്ലാപ്പ്. ഈ ത്ലാപ്പ് കൊണ്ടുള്ള ഉപയോഗം കയറാൻ പറ്റത്തില്ല. കണ്ടല്ലോ, ഇത് ഇട്ടില്ലെങ്കിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അവരുടെ എന്താ പറയുക, സ്പോട്ട് എന്ന് പറയാം. കാലിലേക്ക് ഇത് ഇട്ട് കാല് കൃത്യമായിട്ട് പനയിൽ അള്ളിപ്പിടിച്ച് നിർത്തുന്നത്. ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിർത്തുന്നത് ഇതാണ്. ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ കയറി പോകുന്നത്. മാട് എന്ന് പറയുന്ന പശുവാണ്. അതായത് ഇവിടെ പറഞ്ഞതൊരു ഉദ്ദേശം, ഈ അലുവാച്ച് ചെത്തിയിടുന്ന, നമ്മുടെ വെട്ടിയിടുന്ന, അതായത് അക്കാനിക്കായിട്ട് ഉപയോഗിക്കാത്ത ചില അലുവാച്ചുകൾ നമ്മൾ വെട്ടിയിടും. ഈ മോശമായ കള എന്ന് പറയുന്ന പോലെ മോശമായിട്ടുള്ള ചില അലുവാച്ചി ഉണ്ടാവും. അത് നമ്മൾ വെട്ടിക്കളയും. ആ വെട്ടിക്കളയുന്ന സാധനം വയറിളക്കമുള്ള പശുവിന് കൊടുത്താൽ അതിൻ്റെ വയറിളക്കം മാറ്റുമെന്നുള്ളതാണ്. ഇനി ഒരു പുതിയ സാധനം കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. കടുപ്പ്. ഈ സാധനത്തിൻ്റെ പേര് കടുപ്പ്. ഇതാണ് ഇടുക്കുക എന്ന് ഉദ്ദേശിച്ചത് ഈ വിരലെടുക്കുന്ന കഥ ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ പാള, നേരത്തെ പറഞ്ഞ അക്കാനിലെ പാളയ്ക്കുള്ളിലേക്ക് കയറ്റിയിട്ട് ഒരു പാള പണി ചെയ്യണം. അക്കാനി ഊറുന്നതിനുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞിരുന്നത്. ഈ ഇടുപ്പ് വെച്ചിട്ട് നമ്മുടെ ആ പാളയിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3 ദിവസം ചെയ്യണം. ഒരു ദിവസം ബ്രേക്ക്, വീണ്ടും 1, 2, 3. അപ്പോൾ 3 ദിവസത്തേക്ക് ഒരിക്കൽ ഇത് കൃത്യമായി ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പാളയിൽ നിന്നും അക്കാനി ഊറി വരത്തുള്ളൂ എന്നാണ് നമ്മുടെ സുഹൃത്ത് പങ്കുവയ്ക്കുന്നത്.